നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് CSI പനവൂർ സഭാ ശുശ്രൂഷകൻ റവറൻഡ് ഷാജി ടിയുടെ ദൈവവിളി അനുഭവങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര പാറശാലയ്ക്കടുത്ത് അമ്പലിക്കോണം തങ്കരാജ് പുഷ്പ ദമ്പതികളുടെ മകനായി ജനനം. ചെറുവാരക്കോണം LMS ഹൈസ്കൂളിൽ നിന്ന് SSLCയും കൊല്ലങ്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പഠനവും പൂർത്തിയാക്കി. മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ചരിത്രത്തിൽ BAയും മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ MAയും പൂർത്തിയാക്കി. ചെന്നൈ ഗുരുകുൽ ലൂതറൻ തിയോളജിക്കൽ കോളേജിൽ നിന്നും BD പഠനം പൂർത്തീകരിച്ച് 2022 പുരോഹിതനായി അഭിഷിക്തനായി. എൻ്റെ പേര് റവറൻഡ് ഷാജി എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിനടുത്തുള്ള പാറശാലയുടെ സമീപത്തുള്ള അമ്പലിക്കോണം എന്നതാണ് എൻ്റെ സ്വന്തം സ്ഥലം. അമ്പലിക്കോണം CSI ഇടവകയാണ് എൻ്റെ മാതൃ ഇടവക. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. എനിക്ക് പപ്പയും അമ്മയും 2 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയാണ് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് നടത്തി എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, മകനെ, നിന്നെ ഞങ്ങൾ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്, അതുകൊണ്ട് നീ പഠിച്ച് വലുതായ ഒരു അച്ഛനാകണം എന്ന് എപ്പോഴും പറയുമായിരുന്നു. അതുപോലെ തന്നെ എവിടെ ഞാൻ യാത്ര പോയാലും എന്നെ പ്രാർത്ഥിച്ച് എന്നെ ആ യാത്രയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുന്ന ഒരു പ്രകൃതം എൻ്റെ മാതാവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ പോയാലും നീ ഒരു ദൈവ പൈതലാണ് എന്നുള്ള ചിന്തയോടുകൂടെ പെരുമാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെയാണ് എന്നെ മാതാവ് വളർത്തിയത്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലെ ഒരു ദൈവ വിളിയായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ എന്നെ ഈ ദൈവവിളിയുടെ ശുശ്രൂഷയിലേക്ക് വഴി നടത്തിയ മറ്റൊരു വ്യക്തിത്വമാണ് അമ്പലിക്കോണം പ്രദേശത്തിൽ ബദേൽ പ്രാർത്ഥനാലയം എന്നുള്ള ഒരു പ്രാർത്ഥനാലയം ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത് റോസമ്മ എന്ന് പറയുന്ന ഒരു സന്യാസിനിയാണ്, ഒരു ആൻറ്റിയാണ് എനിക്ക് കൂടുതൽ പ്രചോദനം നൽകുകയും പ്രാർത്ഥിക്കുവാനും പാടുവാനും വചനം കൂടുതലായിട്ട് പഠിക്കുവാനും പ്രസംഗിക്കുവാനായിട്ടുള്ള അവസരം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി നൽകുകയും അതിലൂടെ കൂടുതലായിട്ട് ദൈവവുമായിട്ട് അടുക്കുന്നതിന് എനിക്ക് കാരണമായി തീർന്നു. എൻ്റെ ബാല്യകാലം അങ്ങനെ കടന്നുപോയി. 10ാം ക്ലാസ്, +2, ഡിഗ്രി പഠനമൊക്കെയും കഴിഞ്ഞതിന് ശേഷം അവധി ദിവസങ്ങളിൽ, ലീവ് ലഭിക്കുന്ന ദിവസങ്ങളിലൊക്കെ ട്രാക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകളിലും തെരുവീതികളിലൊക്കെ കടന്നു പോകുകയും അതുപോലെ തന്നെ ലഭിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ മനോരമ പത്രത്തിലെ വിവാഹത്തിൻ്റെ പരസ്യത്തിൻ്റെ ആ കട്ടിംഗ് ശേഖരിച്ച് അതിലുള്ള നമ്പറുകളിൽ SMS-ലൂടെ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുവാനായിട്ട് ആരംഭിക്കുകയും തുടർന്ന് ചിൽഡ്രൻസ് മിനിസ്ട്രിയിലൂടെയും VBS മിനിസ്ട്രിയിലൂടെയും കർത്താവിൻ്റെ ആ വലിയ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു പോകുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ജീവിതയാത്രയിൽ പലവിധമാകുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളുമൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളിലും മാതാവ് പകർന്നു തന്നതായ ദൈവിക സ്നേഹത്തിൽ നിന്നുകൊണ്ട് ദൈവവിളിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് സാധിച്ചു. അപ്രകാരം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്
ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ എനിക്ക് 2009 പേരിൻപക്കോണം ഡിസ്ട്രിക്റ്റിലെ പാലിയോട് സഭയിൽ ഒരു ശുശ്രൂഷകനായിട്ട് അണ്ടർ DC ആയിട്ട് ഡിസ്ട്രിക്ട് ചെയർമാൻ്റെ കീഴിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം അവസരം നൽകി. ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ 2010 ജൂൺ മാസം 21-ാം തീയതി സഭയിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഒരു ദിവസം പ്രഭാതത്തിൽ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം പാറശാലയ്ക്ക് സമീപത്തുള്ള മുണ്ടപ്ലാവള എന്നുള്ള സ്ഥലത്ത് വെച്ച് ഒരു വാഹന അപകടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഏകദേശം 1.5 മാസക്കാലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ അഭയം പ്രാപിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ മുഖത്ത് 8 പൊട്ടലുകൾ ഉണ്ടായിരുന്നു. എൻ്റെ വലത് കണ്ണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 5 സ്റ്റിച്ചുകളുണ്ടായിരുന്നു. എൻ്റെ വലത് കൈക്ക് പൊട്ടലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർമാർ പറയുകയുണ്ടായി 2 സർജറികൾ ചെയ്താൽ മാത്രമേ ഈ ഷാജിയുടെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രത്തോളം പ്രതിസന്ധി നിറഞ്ഞ ഒരനുഭവത്തിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഡോക്ടർമാർ സർജറിക്ക് വേണ്ടി വിധിയെഴുതി. എനിക്ക് സർജറി ചെയ്യുവാനായിട്ടുള്ള എല്ലാ ഓർഗ്യുമെൻസുകളും കളക്ട് ചെയ്ത് എന്നെ തിയേറ്ററിനകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ അത്ഭുതമൊന്ന് പറയട്ടെ, എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ മാതൃസഭയുടെ, എൻ്റെ ദേശത്തിൻ്റെ, എൻ്റെ സഹോദരങ്ങളുടെ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥനയുടെ ഫലമായി സർജറി വേണ്ട എന്ന് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ നിന്ന് ഡോക്ടർമാർ പറയുകയും അവിടെ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന് ചില മാസങ്ങൾ കൂടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വീണ്ടും സൗഖ്യത്തോടുകൂടെ എൻ്റെ ശുശ്രൂഷകൾക്ക് കടന്നു പോകുവാനായിട്ട് സാധിച്ചു. അതെൻ്റെ രണ്ടാമത്തെ ഒരു ദൈവവിളിയായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കാരണം വളരെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ ഈ ലോകത്തിലെ ഭൗതികമാകുന്ന ഡോക്ടർമാർ ഷാജി എന്നുള്ള വ്യക്തി മരണപ്പെട്ടു പോകും, ഇനി ജീവിക്കുവാനായിട്ട് സാധ്യമല്ല, ഇനി വാഹനം ഓടിക്കുവാനായിട്ട് സാധ്യമല്ല എന്നൊക്കെയും പറഞ്ഞ സാഹചര്യങ്ങളിൽ ദൈവം അതൊക്കെയും എൻ്റെ ജീവിതത്തിൽ മാറ്റിക്കുറിക്കുകയും വീണ്ടും വാഹനമോടിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു പോകുവാനും ആ പാലിയോട് സഭയിൽ തന്നെ വീണ്ടും 1 വർഷക്കാലം ശുശ്രൂഷകൾ ചെയ്ത് തുടർന്ന് BD പ്രൊബേഷണറായിട്ട് മാറ്റപ്പെടുകയും സേലം മിഷൻ ഫീൽഡിലേക്ക് മിഷണറി ഇൻചാർജായി കടന്നു പോകുവാനായിട്ട് സാധിച്ചു. 3 വർഷക്കാലം സേലം മിഷൻ ഫീൽഡിലെ മിഷണറിയായി ഇൻചാർജായിട്ട് അവിടുത്തെ ശുശ്രൂഷകൾ ചെയ്യുവാനും അതിനുശേഷം 1 വർഷക്കാലം ചെന്നൈയിലെ വെല്ലൂർ മിഷനിൽ മിഷണറിയായിട്ട് പ്രവർത്തിക്കുവാനും 2017 ഗുരുകുൽ ലൂതറൻ തിയോളജിക്കൽ കോളേജിൽ എനിക്ക് വൈദിക പഠനത്തിലുള്ള അവസരം ലഭിക്കുകയും 4 വർഷക്കാലം വൈദിക പഠനം അവിടെ പൂർത്തിയാക്കുകയും അതിനുശേഷം തെറ്റിയറ ഡിസ്ട്രിക്റ്റിലെ കള്ളിമൂട് ഇടവകയിൽ 5 വർഷക്കാലം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ ശുശ്രൂഷ മേഖലയുടെ മധ്യത്തിൽ തന്നെ എനിക്ക് ഓർഡിനേഷൻ ലഭിക്കുകയും ഒരു ഫുൾ ടൈം ശുശ്രൂഷക്കാരനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയും ദൈവ നിയോഗത്തിൻ്റെ ഫലമായിട്ട് ഒരു ഫുൾ ടൈം ശുശ്രൂഷക്കാരനായിട്ട് മാറ്റപ്പെടുവാൻ സാധിച്ചു. ഒരു ഫുൾ ടൈം ശുശ്രൂഷക്കാരനായി മാറ്റപ്പെട്ട് ആ സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവുകളിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ കോവിഡ് എന്ന മഹാമാരി കടന്നു വരികയും ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആശുപത്രിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ആ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം എന്നെ കരുതി. തുടർന്നുള്ള നാളുകളിൽ ആ ദേശത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ മംസ്, മലയാളത്തിൽ മൊണ്ടിനീരെന്ന് പറയുന്ന രോഗം എന്നെ പിടിപെട്ടു. അത് എൻ്റെ ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുകയും 3 ദിവസങ്ങൾ ICU യൂണിറ്റിൽ കഴിയുകയും ഡോക്ടർമാർ ഇനി രക്ഷപ്പെടത്തില്ല, വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിലും കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥനയുടെ ഫലമായി വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ വിളി ശ്രവിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ദൈവം സൗഖ്യം നൽകുകയും ആ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് വീണ്ടും ഈ നാളുകളിൽ ശുശ്രൂഷ മേഖലകളിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കുന്നു. കൗമാരകാലത്ത് തന്നെ പൗരോഹിത്യ ജീവിതം സ്വപ്നം കണ്ട് സമർപ്പിത ജീവിതം ആരംഭിച്ചു. യൗവനകാലത്ത് CSI സഭയുടെ നിരവധി മിഷൻ ഫീൽഡുകളിൽ സുവിശേഷ വേലയിൽ സജീവമായി. CSI സേലം മിഷൻ ഫീൽഡിന് കീഴിലും വെല്ലൂർ മിഷൻ ഫീൽഡിന് കീഴിലും നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചു. ഇപ്പോൾ CSI ഇളവട്ടം ഡിസ്ട്രിക്റ്റിൽ CSI പനവൂർ സഭയിൽ ഇടവക വികാരിയായി ശുശ്രൂഷ ചെയ്യുകയാണ് റവറൻഡ് ഷാജി T. അതോടൊപ്പം തന്നെ
ആ ദേശത്തിലെ ജനത്തോടുകൂടെ ശുശ്രൂഷ ചെയ്ത കാലയളവുകളിൽ അനേകം ജീവിതങ്ങളുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ കാണുവാനായിട്ട്, അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം അവരിലേക്ക് പകർന്നു കൊടുക്കുവാനായി, അവരിൽ ഒരാളായി അവരോടുകൂടെ ചേർന്ന് നിൽക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാകുന്ന ഒരു കാര്യമാണ്. ജീവിതയാത്രയുടെ ശുശ്രൂഷ മേഖലകളിൽ പലവിധമാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും കണ്ണുനീരിൻ്റെയും വേർപാടിൻ്റെ ദുഃഖത്തിൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ മാതാവ് യാദർച്ഛികമായിട്ടുണ്ടായ ഒരു രോഗാവസ്ഥയിൽ പെട്ടെന്ന് ഞങ്ങളെ വിട്ട് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ എന്നോടുകൂടെ പഠിച്ചുകൊണ്ടിരുന്ന ചില സുഹൃത്തുക്കൾ ഞങ്ങളുടെ സന്നിധിയിൽ നിന്ന് തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അപ്രകാരം വേദനയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോഴും വേദനയും സന്തോഷവുമൊക്കെ ദൈവവിളിയുടെ ഒരു ഭാഗമാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനും ദൈവത്തോടുകൂടെ ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാകുന്ന ഒരു കാര്യമാണ്. തീരാ ദുഃഖമായി മാതാവിൻ്റെ വേർപാടിൻ്റെ അനുഭവം ജീവിതത്തിലുണ്ട് എങ്കിലും മാതാവ് എൻ്റെ ജീവിതത്തിൽ പകർന്നു തന്നതായ ദൈവീക സ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ, അനേകം പേരുടെ കണ്ണുനീരൊപ്പുവാനും, അനേകം പേർക്ക് പ്രാർത്ഥനയിലൂടെ ആശ്വാസം പകരുവാനും, ദൈവവിളിയെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുവാനും എൻ്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ കഴിയുന്നു എന്നോർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വിവാഹിതനാണ്. ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. തുടർന്നുള്ള നാളുകളിലും ദൈവം ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രകാരം ദൈവവിളി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ശുശ്രൂഷയിൽ ആയിരിക്കുവാനായിട്ട് ഞങ്ങൾ ഈ നാളുകളിൽ ആഗ്രഹിക്കുകയാണ്. ഈ നാളുകൾ ഇളവട്ടം ഡിസ്ട്രിക്റ്റിലെ CSI പനവൂർ ഇടവകയിൽ ശുശ്രൂഷകനായിട്ട് സേവനമനുഷ്ഠിക്കുവാൻ ദൈവം എന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ നന്മകളും അനുഗ്രഹങ്ങളും ഓർക്കുമ്പോൾ ഒരിക്കലും എൻ്റെ ദൈവത്തെ മറന്നു കളയുവാനായിട്ട് സാധ്യമല്ല. അതൊരു ദൈവീക വിളി ആണ് എന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് കഴിയുന്നു എന്ന് വളരെ സന്തോഷത്തോടുകൂടെ പറയും. എല്ലാ പുകഴ്ചയും എല്ലാ മഹിമയും എൻ്റെ ദൈവത്തിന് മാത്രമേ പറയുവാനായിട്ട് ഉള്ളൂ. ഇന്നിൻ്റെ കാലഘട്ടത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ദൈവീക ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന വ്യക്തിത്വങ്ങളെ വളരെ വിരളമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ദൈവീക ശുശ്രൂഷ എന്നത് ഒരു കുറച്ചിലായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൻ്റെ, ഒരു കാലഘട്ടത്തിൻ്റെ മധ്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ട് എന്താണ് പ്രയോജനം, എൻ്റെ ജീവിതത്തിൽ വീണ്ടും വേദനകളും പ്രയാസങ്ങളുമൊക്കെ ആണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നാം ആയിരിക്കുമ്പോഴും ഇന്നിൻ്റെ തലമുറയോടുകൂടെ, ഇന്നിൻ്റെ കാലഘട്ടത്തിലായിരിക്കുന്ന യുവാക്കളോടുകൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വേർപാടിൻ്റെയും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിലും ദൈവവിളി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിത യാത്രയിൽ വളരെ സന്തോഷമായിരിക്കും. നിത്യമാകുന്ന സ്വർഗീയതയുടെ പരദീസയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ദൈവീക സ്വർഗീയ ദർശനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതിൽ മാറ്റമില്ല. എൻ്റെ MA പഠനം പൂർത്തിയാക്കിയതിന് ശേഷം എനിക്ക് മറ്റ് ജോലികൾക്കും ഭൗതികമാകുന്ന കാര്യങ്ങളിലൊക്കെ കടന്നു പോകാനായിട്ടുള്ള അവസരങ്ങളുണ്ടായി എങ്കിലും എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രചോദനം നൽകിയത് എൻ്റെ മാതാവും അതോടൊപ്പം തന്നെ എൻ്റെ ദേശത്തിലെ ആയിരുന്ന സന്യാസിനി എന്ന ആ മാതാവുമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ എന്തുകൊണ്ടാണ് ശുശ്രൂഷ മേഖലകളിൽ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും നമുക്ക് അവസരങ്ങൾ ലഭിക്കാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ബഥേൽ പ്രാർത്ഥനാലയത്തിലൂടെ
റോസമ്മ സന്യാസിനി എന്ന ആ പ്രിയ മാതാവിൻ്റെ ജീവിത അനുഭവത്തിലൂടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ആ അമ്മയുടെ ഒരു ജീവിതാനുഭവം ഞാൻ പറയട്ടെ. തൻ്റെ സ്വന്തം ദേശത്ത് നിന്ന് നമ്മുടെ ദേശത്തിലേക്ക് കടന്നു വന്നതാണ്. പ്രിയ മാതാവ് വിവാഹം കഴിച്ചിട്ടില്ല. തൻ്റെ ഭൗതികമാകുന്ന എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഒരു മാതാവാണ് ഈ റോസമ്മ എന്ന പ്രിയ മാതാവ്. മാതാവ് ആ ദേശത്തിൽ എപ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ആ ദേശത്തിലേക്ക് കടന്നു വന്നപ്പോൾ വളരെയധികം പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഒരു സാഹചര്യം ആയിരുന്നു എന്ന് എപ്പോഴും ആ മാതാവ് പറയാറുണ്ട്. എൻ്റെ ജീവിതാനുഭവത്തിലും ഞാനും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ട് തന്നെ ആ പട്ടിണിയെക്കുറിച്ചും കഷ്ടതയെക്കുറിച്ചുമൊക്കെ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക്, ആ റോസമ്മ സന്യാസിനി എന്ന മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് നൽകിയ ഒരു പ്രചോദനമാണ് എന്നെ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് വഴി നടത്തിയത്. ആ പ്രാർത്ഥനാലയത്തിൽ തന്നെ VBS നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ പ്രിയ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി നൽകിയിട്ടുണ്ട്. അത് VBSൻ്റെ ട്രെയിനിങ്ങിന് പോകുന്നതിനുള്ള സാമ്പത്തികം നൽകുകയും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങൾ നൽകുകയും പലപ്പോഴും ഞങ്ങളോടൊപ്പം ഒരുമിച്ച് വന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ശുശ്രൂഷയ്ക്ക് വളരെയധികം ഒരു പ്രചോദനം ലഭിച്ചു. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നാം ഈ കേൾക്കുന്ന ദൈവ വിളിയെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും നമ്മുടെ യുവതലമുറയ്ക്ക് അതിനു വേണ്ടതായ അവസരങ്ങളെ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. നാം അപ്രകാരം ഇന്നിൻ്റെ യുവതലമുറയ്ക്ക് അപ്രകാരമുള്ള ഓരോ സാഹചര്യങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനാലയങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ കൺവെൻഷൻ യോഗങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ കൂട്ടായ്മകളിലാകട്ടെ, നമ്മൾ ഒരുമിച്ച് കൂടി വരുന്ന ഏതൊരു സാഹചര്യത്തിലും ഇന്നിൻ്റെ യുവതലമുറയ്ക്ക് ഒരു മുഖ്യസ്ഥാനം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരുവാനും ദൈവിക സ്നേഹത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ദൈവവചനം പഠിക്കുവാനുള്ള അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെയും ഒരു ദൈവിക വിളിയിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് അപ്രകാരം നമ്മുടെ സഹോദരങ്ങളെ ആ ഒരു ദൈവിക വിളിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദൈവവിളി മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹിതപ്രകാരം ഭൗതികമാകുന്ന ലോകത്തിൽ ആത്മീകമാകുന്ന ജീവിതയാത്രയുടെ നന്മകളെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ ദൈവവിളി പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ആമേൻ. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നിരവധിയായ ദൈവിക അനുഭവങ്ങളിലൂടെയും നിരന്തരമായ പ്രാർത്ഥനകളിലൂടെയും പൗരോഹിത്യ ജീവിതം സ്വന്തമാക്കിയ റവറൻ ഷാജി ടി തന്റെ ജീവിതവും ശുശ്രൂഷകളും തുടരുകയാണ്. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ. CSI പനവൂർ സഭാ ശുശ്രൂഷകൻ റവറന്റ് ഷാജി ടിയുടെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.